ആറന്മുളയിലെ തരിശു നിലങ്ങളിൽ കൃഷിയിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വിത്തെറിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ചത്. അല്പസമയത്തിനകം പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം നടത്തും. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബിജേഷ് നടുവിൽ ചേരുകയാണ്. ബിജേഷ്, എങ്ങനെയായിരുന്നു വിത്തിറക്കൽ? അജിൻസാദ്, വലിയ ഒരു ആഘോഷത്തോടു കൂടിയാണ് ആറന്മുളയിൽ ഇപ്പോൾ വിത്തിറക്കിയിരിക്കുന്നത്. വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു ആറന്മുളയിലെ ജനങ്ങൾ മുഖ്യമന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ചിരുന്നത്. തുടർന്ന് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിന്റെ തൊട്ടടുത്ത് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പാടശേഖരത്തിൽ ആണ് ഇപ്പോൾ വിത്തിറക്കിയിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതും. ഏതായാലും കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് തരിശായി കിടന്ന ഭൂമിയിൽ ആണ് ഇപ്പോൾ വിത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആഘോഷത്തോടു കൂടിയാണ് ആറന്മുളയിലെ ജനങ്ങൾ ഇതിനെ വരവേറ്റതും. കഴിഞ്ഞ സെപ്റ്റംബർ 22-നായിരുന്നു ഇവിടെ വിത്ത് ഇറക്കുന്നതും കൃഷി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തിരുന്നത്. അന്ന് പ്രഖ്യാപിച്ചിരുന്നത് നവംബർ 1-ാം തീയതി കൃഷി ഇറക്കും എന്നായിരുന്നു. പക്ഷെ അതിന് ഒരാഴ്ച മുമ്പ് തന്നെ ഇപ്പോൾ വിത്തിറക്കാൻ ഇവിടെ സാധിച്ചു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആഘോഷത്തോടു കൂടിയും ആണ് ജനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെയും മറ്റ് ജനപ്രതിനിധികളെയും സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗം. അതായത് ബിജേഷ്, ഒരുപക്ഷെ പ്രകൃതി പക്ഷത്തിന്റെ ഒരു ജൈവ രാഷ്ട്രീയം കൂടി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ സമ്മേളിക്കുന്ന കാഴ്ചയായിരുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലും നാം കണ്ടത്. ഒരുപക്ഷെ ഇപ്പോൾ വീണ ജോർജ് സംസാരിക്കും. ബഹുമാന്യനായ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്, ബഹുമാന്യനായ MLA ശ്രീ രാജു എബ്രഹാം, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, ബഹുമാന്യനായ മുൻ MLA ശ്രീ പത്മകുമാർ, മുൻ MP ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആറന്മുളയിലെ തരിശു നിലങ്ങളിൽ വിത്തിറക്കി കൃഷി ചെയ്യുന്ന പരിപാടിക്ക് ഉള്ള തുടക്കം എന്ന രീതിയിൽ പിണറായി വിജയൻ വിത്തെറിഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. അല്പസമയത്തിനകം പിണറായി വിജയൻ സംസാരിക്കും. ഇപ്പോൾ അവിടുത്തെ ആറന്മുള MLA കൂടിയായ വീണ ജോർജ് സംസാരിക്കുകയാണ്. മാത്യു ടി തോമസ്, VS സുനിൽകുമാർ അടക്കമുള്ളവർ പരിപാടിയിൽ സന്നിഹിതരാണ്. വലിയ രീതിയിൽ തരിശായി കിടക്കുന്ന ഭൂമികളെ കൃഷി ഉള്ളതാക്കുക, ജൈവവത്താക്കുക എന്ന കൂടുതൽ ആഴത്തിലുള്ള ഒരു ചിന്തയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ ഇത്തരത്തിലൊരു വാഗ്ദാനം ഇടതുപക്ഷം മുമ്പോട്ട് വച്ചിരുന്നു. അതിൽ ഒന്നാണ് ഇത്തരത്തിൽ ആറന്മുളയുടെ ഭൂമിയെ ഹരിതാപമാക്കുക, അതിനെ കൃഷിയോഗ്യമാക്കുക, അല്ലെങ്കിൽ കൃഷി അവിടേക്ക് എത്തിക്കുക എന്നത്. അത്തരം ഒരു സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ആറന്മുളയിൽ ഈ തരിശു ഭൂമികളിൽ കൃഷി ഇറക്കുന്നത്. പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. വിത്തെറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. VS സുനിൽകുമാർ, മാത്യു ടി തോമസ്, അതുകൊണ്ട് തന്നെ രാജു എബ്രഹാം തുടങ്ങിയവർ ആണ് വേദിയിലിരിക്കുന്നത്. ഇപ്പോൾ വീണ ജോർജ് ആണ് സംസാരിക്കുന്നത്. നമ്മുടെ പാരമ്പര്യത്തിന്റെ സംരക്ഷണത്തിനാണ്, നമ്മുടെ പൈതൃകത്തിന്റെ സംരക്ഷണത്തിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തരിശായി കിടക്കുന്ന പാടങ്ങളിൽ കൃഷി ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോയി. ഏതാണ്ട് 1 മാസം മുൻപ് ആറന്മുളയിലെത്തി ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ അദ്ദേഹം ആറന്മുള പുഞ്ചയിലും മല്ലപ്പുഴശ്ശേരി പഞ്ചായത്തിലെ പാടങ്ങളിലും ഉൾപ്പെടെ കൃഷി ഇറക്കും എന്ന് പ്രഖ്യാപിച്ചു. നവംബർ മാസം ആദ്യവാരത്തിൽ ഇവിടെ കൃഷി ഇറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നവംബർ ആദ്യവാരത്തിനു മുൻപ് ഒക്ടോബർ അവസാന വാരത്തിൽ തന്നെ ഇവിടെ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വരമായ നടപടികൾ സ്വീകരിക്കുകയും അത് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. വാക്കു പാലിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ആറന്മുളയിൽ ഇന്ന് വ്യക്തമാകുന്നത്. പ്രിയമുള്ളവരെ, ആറന്മുള നമുക്ക് വൈകാരികതയാണ്. ഭക്ഷ്യ ഉൽപാദനം നടത്തി പമ്പയുടെ തീരത്ത് സാംസ്കാരിക പ്രവർത്തനം നടത്തി ജീവിച്ചിരുന്ന ജനവിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ വിത്തെറിഞ്ഞിരിക്കുന്നത്
നമ്മുടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുന്ന ചരിത്ര സംരക്ഷണത്തിനും പൈതൃക സംരക്ഷണത്തിനും വേണ്ടിയാണ്. 56 ഹെക്ടർ ഭൂമിയാണ് തുടക്കത്തിൽ കർഷകർ മുന്നോട്ട് വന്നുകൊണ്ട് ഞങ്ങളുടെ ഭൂമി കൃഷി ചെയ്യണമെന്ന് പറഞ്ഞതുൾപ്പെടെ ആറന്മുള വിമാനത്താവളത്തിനായി വേർതിരിച്ച പദ്ധതി പ്രദേശത്തുൾപ്പെടെ 56 ഹെക്ടർ ഭൂമിയാണ് ആദ്യഘട്ടത്തിൽ കൃഷിക്കായി നാം അടയാളപ്പെടുത്തിയിരുന്നത്. ഏതാണ്ട് 140 ഏക്കർ ഭൂമി, അതിൽ 70 ഏക്കർ പദ്ധതി പ്രദേശത്തുൾപ്പെടുന്ന പാടങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഈ വേദിയുടെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ശ്രീ ബാലൻ എന്ന കർഷകന്റെ 1.5 ഏക്കർ ഭൂമിയിലാണ് നമ്മൾ ആദ്യമായി വിത്തെറിഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ആറന്മുളയിലും വല്ലപ്പുഴശ്ശേരിയിലുമായി പടർന്നു കിടക്കുന്ന 70 ഏക്കർ പാടം, 140 ഏക്കർ പാടങ്ങളിൽ 70 ഏക്കർ പാടം പദ്ധതി പ്രദേശത്തുൾപ്പെട്ട പാടമാണ് എന്നുള്ളതാണ്. യഥാർത്ഥ വികസനം എന്താണ് എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിന് തെളിയിക്കുകയും കാണിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞതുപോലെ പരിസ്ഥിതിക്കും മനുഷ്യനും ദോഷം ചെയ്യുന്ന ഒരു പദ്ധതിയും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അനുവദിക്കില്ല. എന്നാൽ അതിനോടൊപ്പം വികസനത്തിന് ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനം വലിയ ഒരു കുതിച്ചുചാട്ടമാണ് അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമഗ്രമായിട്ടുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കുറുമ്പൻ ദേവതാന്റെയും നീലകണ്ഠൻ ചാനാരുടെയും മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെയും ഉൾപ്പെടെ അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ഉഴുതുമറിക്കപ്പെട്ട ഈ മണ്ണിലാണ് പുതിയ മുന്നേറ്റത്തിനുള്ള വിത്ത് പാകപ്പെട്ടിരിക്കുന്നത്, അത് എറിയപ്പെട്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇവിടെ ഈ വിത്തെറിയുവാനായി നേരിട്ട് ഇവിടെ എത്തിയ ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ നാടിനു വേണ്ടി അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 5 മാസമായി കേരളത്തിനുണ്ടായിട്ടുള്ള മാറ്റം എന്താണ്? കേരളത്തിനൊരു നായകൻ ഉണ്ടായിരിക്കുന്നു എന്നുള്ള തോന്നൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുകയാണ്. ഒരു സർക്കാർ ഓഫീസിൽ പോവുകയാണെങ്കിൽ 10 രൂപ കൊടുക്കാതെ 100 രൂപ കൊടുക്കാതെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായ ഒരു മനുഷ്യന് അവന്റെ കാര്യം സാധിച്ചെടുക്കുവാനുള്ള സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണമായിരിക്കുന്നത് കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം, സെക്രട്ടേറിയറ്റിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ വൈകിയും ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടിരുന്നവരെ വൈകിയും ജോലി ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് യഥാർത്ഥത്തിൽ കേരളം ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് നിശ്ചയമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനം സുവർണ ദിനമാണ്. അദ്ദേഹം നേരിട്ടെത്തി നമ്മുടെ ആറന്മുള പുഞ്ചയിൽ കൃഷി ഇറക്കുന്നതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ മണ്ണിനു വേണ്ടി, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി കേരളത്തിന്റെ സമാദരണീയനായ മുഖ്യമന്ത്രിയെ വളരെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിന്റെ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി, നമുക്കറിയാം, അദ്ദേഹം കൃഷി വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തത് മുതൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. ഓണക്കാലത്ത് വില കുറഞ്ഞ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ കിട്ടുന്ന സാഹചര്യമുണ്ടായി. വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് നമ്മുടെ അടുക്കളയിൽ വാങ്ങിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായി. ആറന്മുള ഉൾപ്പെടെ മെത്രാൻകായൽ ഉൾപ്പെടെ തരിശായി കിടക്കുന്ന നിലങ്ങളിൽ കൃഷി ഇറക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട്, വാക്കിലൊതുങ്ങുന്ന പ്രഖ്യാപനമല്ല, പ്രവൃത്തിയിൽ അത് കൊണ്ടുവന്നുകൊണ്ട് ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞതിനു മുൻപേ ഇവിടെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഇത് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുവാൻ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധിയും നമ്മുടെ പ്രിയപ്പെട്ട മാത്യു തോമസ് അവർകൾ, അദ്ദേഹം നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ ഇരിക്കുന്ന വേദിയുടെ വലതുവശത്തുള്ള ഈ പാടങ്ങൾ, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ചാനൽ പോലും വെള്ളത്തിനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ഈ ചെറിയ തോടിന്റെ ഭിത്തിക്കകത്ത് വെച്ചാണ് PWDയുടെ റോഡിന്റെ ഭിത്തി പോയിരിക്കുന്നത്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായ പണിയായിരുന്നു. വർഷങ്ങളായി
കൃഷിയില്ലാതിരിക്കുന്ന ഈ പാടങ്ങളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും കനാൽ നിർമ്മാണവും മൂലം തടസ്സപ്പെട്ടിരുന്ന ജലമാർഗങ്ങളെ തുറന്നു തരിക എന്ന വലിയ ശ്രമകരമായ ദൗത്യമാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്തത്. പ്രത്യേകം ഈ തരുണത്തിൽ അത് ഞാൻ എടുത്തു പറയുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ മാത്യു തോമസ് സാറിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട MLA ശ്രീ രാജു എബ്രഹാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന് നിർദ്ദേശങ്ങൾ തന്ന് ഉപദേശങ്ങൾ തന്ന് നമുക്കൊപ്പം നിൽക്കുന്ന നമ്മെ നയിക്കുന്ന ബഹുമാന്യനായ ശ്രീ രാജു എബ്രഹാം MLA സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക്. കാർഷികോൽപാദന കമ്മീഷണർ ശ്രീ രാജു നാരായണ സ്വാമി IAS, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിക്കൊപ്പം അദ്ദേഹം ആറന്മുളയിൽ എത്തിയപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട രാജു നാരായണ സ്വാമി IASഉം ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും ടീം അംഗങ്ങളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ബിജു പ്രഭാകർ IAS ഉണ്ട്, കൃഷി വകുപ്പിന്റെ ഡയറക്ടറുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഈ ട്രാക്ടർ നമ്മുടെ ഈ വലതുവശത്തെ പാടത്തേക്ക് ഇറക്കുമ്പോൾ ഈ മണ്ണ് ഉഴുതു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. വർഷങ്ങളായി കൃഷി ഇറക്കാത്തത് മൂലമുള്ള ഒരുപാട് പ്രയാസങ്ങൾ, ദുർഘടങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ജില്ലയിലെ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ കൃഷി വകുപ്പ് ഓഫീസറിന്റെ നേതൃത്വത്തിൽ നമുക്കൊരു സ്പെഷ്യൽ ഓഫീസർ ശ്രീ സജീവ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത കൃഷി വകുപ്പിന്റെ ടീമിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജില്ലാ കളക്ടർ ബഹുമാനിയായ ശ്രീമതി ഗിരിജ IAS ചുമതലയേറ്റെടുത്തത് മുതൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുകയും നമുക്കറിയാം പദ്ധതി പ്രദേശത്തെ തോടിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് അതിനെ പൂർവ്വസ്ഥിതിയിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി മെല്ലപ്പോക്കായിരുന്നുവെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ എത്തിയപ്പോൾ അവിടെ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്ത് കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഒരു പ്രോജക്റ്റിന് വേണ്ടി കൊടുക്കാം. ബഹുമാനപ്പെട്ട കളക്ടർ പലരെയും സമീപിച്ചു, മണ്ണ് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവസാനം കൊല്ലം ജില്ലയിലെ ഒരു ആലപ്പുഴ ജില്ലയിലെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ട് ഈ മണ്ണ് നൽകാമെന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പദ്ധതി പ്രദേശത്തെ തോട് പൂർവ്വസ്ഥിതിയിലാക്കുന്ന പ്രവർത്തനങ്ങൾ സമാന്തരമായി നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സീസണിൽ അവിടെ മുഴുവൻ നമുക്ക് കൃഷി ഇറക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ മുൻ MLA ശ്രീ A പത്മകുമാർ അവർകൾ ഈ നാട്ടുകാരനാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയ ബഹുമാന്യനായ ശ്രീ പത്മകുമാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ MP ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ, അദ്ദേഹം വളരെ സജീവമായി വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷ്മതയോടുകൂടി നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട അതിന് നേതൃത്വം നൽകുന്നതിൽ പങ്കുവഹിച്ച ശ്രീ ചെങ്ങറ സുരേന്ദ്രൻ അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KP ഉദയഭാനു അവർകൾ, അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ AP ജയൻ, അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആറന്മുള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ഇവിടെ സന്നിഹിതരാണ്. ആറന്മുളയുടെ ശ്രീമതി ഐഷ പുരുഷോത്തമനും മല്ലപ്പുഴശ്ശേരിയുടെ ശ്രീ മനോജ് മാധവശ്ശേരിയും, രണ്ടുപേരെയും, കാരണം അവരിവിടെ ഉണ്ട്, എല്ലാ പ്രവർത്തനങ്ങളിലും അവരുമുണ്ട്. അവരുടെ ടീം, പഞ്ചായത്ത് അംഗങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. രണ്ട് ബഹുമാന്യരായ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സഹർഷം ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യയായ പ്രസിഡന്റ് ഇവിടെയുണ്ട്, തങ്കമ്മ ടീച്ചർ. സന്തോഷപൂർവ്വം തങ്കമ്മ ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അശോകൻ കുളനട, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനതാദൾ എസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അലക്സ് ഖണ്ണമല, അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുൻ MLA ശ്രീ മാലേത്ത് സരളാദേവി ഉണ്ട്, ഈ യോഗത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു, അവരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. NCPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മാത്യൂസ് ജോർജ്, വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസ് എസിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മുണ്ടക്കൽ ശ്രീകുമാർ, ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എല്ലാവരും, നമ്മുടെ ബഹുമാന്യനായ ഫിലിപ്പോസ് തോമസ് സാർ ഇവിടെയുണ്ട്. നമുക്കറിയാം ആറന്മുളയുടെ സമരങ്ങളിൽ വളരെ സജീവമായി നിന്ന് ആറന്മുളയുടെ മണ്ണ് സംരക്ഷിക്കുവാൻ വേണ്ടി നിലകൊണ്ട ബഹുമാന്യനായ ഫിലിപ്പോസ് തോമസ് സാർ ഇവിടെയുണ്ട്.
ഫിലിപ്പോസ് തോമസ് സാറിനെ വളരെ വിനയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. CPI-യുടെ ബഹുമാന്യനായ ശ്രീ പി പ്രസാദ് അവർകൾ വളരെ അധികം ദിവസങ്ങളിൽ അദ്ദേഹം നമുക്കറിയാം ആറന്മുളയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ശക്തമായ ഒരു പ്രവർത്തന പാരമ്പര്യവും ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൃഷി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും തടസ്സങ്ങൾ നീക്കുന്നതിൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ശ്രീ പി പ്രസാദിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഖാവ് ഗോപിയുണ്ട്, സഖാവ് അജയകുമാർ, മുൻ MLA, നിരവധി ആളുകൾ, ശ്രീ വിക്ടർ ഉണ്ട്. എല്ലാവരെയും വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സമയം അധികം എടുക്കുന്നത് കൊണ്ട് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്കുകൂടി, സർക്കാർ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയപ്പോൾ ഇന്നാട്ടിലെ സാധാരണക്കാരായ കർഷകർ ഒരു വ്യത്യാസവുമില്ലാതെ ഇതിന് പിന്തുണയുമായി മുന്നോട്ട് വന്നു. ഇതൊരു ജനകീയ കൂട്ടായ്മയിലൂടെ സാധ്യമാകുന്നതാണ്. ഒരു രാഷ്ട്രീയ കക്ഷിഭേദവുമില്ലാതെയാണ് ആറന്മുള പുഞ്ചയിലും മല്ലപ്പുഴശ്ശേരിയുടെ പാടങ്ങളിലും കൃഷി ഇറക്കുന്നത്. ഇതിനു മുന്നോട്ട് വന്ന കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ കർഷകരെയും അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വേദി അവരുടേതാണ്, അവരെ സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരുടെ പേര് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ശ്രീ അശോകനും ശ്രീ വിജയനും കഠിനാധ്വാനം ചെയ്ത് ഈ രീതിയിൽ മണ്ണ് യോഗ്യമാക്കുവാൻ വേണ്ട നടപടികളുമായി കൃഷി വകുപ്പ് മുന്നോട്ട് പോകുകയപ്പോൾ അതിനൊപ്പം നിന്ന പ്രിയപ്പെട്ട എല്ലാ കർഷകരോടും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകമായി അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. ഏറ്റെടുത്ത കർമ്മ മേഖലകളിലെല്ലാം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കാർഷികോൽപാദന കമ്മീഷണർ ബഹുമാന്യനായ ശ്രീ രാജു നാരായണ സ്വാമി IAS അവർകളെ റിപ്പോർട്ട് അവതരണത്തിനായി വിനയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി, ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി, അഭിവന്ദ്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി, പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ, സഹോദരീ സഹോദരന്മാർ, ആറന്മുളയുടെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കുന്ന ഒരു സുദിനമാണ് സമാഗതമായിരിക്കുന്നത്. നിരവധി നീർച്ചാലുകളാലും പുഞ്ചപ്പാടങ്ങളാലും സമർത്ഥമായിരുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്കേവർക്കും അറിവുള്ളതുപോലെ വർഷങ്ങളായി കൃഷി നിലച്ചിരിക്കുകയാണ്. ഇപ്പോൾ VS സുനിൽകുമാർ, മന്ത്രി VS സുനിൽകുമാർ, നമ്മൾ ഏറ്റെടുത്ത ഒരു കർമ്മ പരിപാടി കേരളത്തിൻ്റെ അന്നമായ നെൽകൃഷിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്ന ഉദ്യമമാണ്. ഇതിനായി ഈ വർഷം 1192 ചിങ്ങം 1 മുതൽ 1193 ചിങ്ങം 1 വരെ സംസ്ഥാന ഗവൺമെന്റ് കൃഷി വകുപ്പ് നമ്മുടെ നെല്ല് നമ്മുടെ അന്നം എന്ന ഒരു മുദ്രാവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നെല്ലിന്റെ വർഷമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ തരിച്ചു കിടക്കുന്ന 90,000 ഹെക്ടർ നെൽവയലുകളെ തിരിച്ച് നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഗവൺമെന്റ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പല കാരണങ്ങളാൽ തരിച്ചു കിടക്കുന്ന ഭൂമികളിലെല്ലാം തിരിച്ച് നെൽകൃഷി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഈ വർഷം 2375 ഹെക്ടർ സ്ഥലത്ത് ഈ ഗവൺമെന്റ് വന്ന ശേഷം തരിച്ചു കിടക്കുന്ന നിലം തിരിച്ച് കൃഷിയോഗ്യമാക്കി എന്ന സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആറന്മുള പുഞ്ചയടക്കമുള്ള പ്രദേശത്ത് നെൽകൃഷി പുനരാരംഭിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ മീറ്റിംഗിൽ ഇവിടെ വരുമ്പോഴും രണ്ടാമത് ഇവിടെ ട്രാക്ടർ ഇറക്കാൻ വരുമ്പോൾ പോലും പത്രപ്രതിനിധികളും ജനങ്ങളും ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു, നിങ്ങൾക്കിത് സാധിക്കുമോ? പക്ഷേ ഇവിടുത്തെ കൃഷിക്കാർ ഞങ്ങളോട് പറഞ്ഞു, നമുക്കിത് സാധിക്കും. സർക്കാർ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് ഞങ്ങൾ കൃഷി ഇറക്കുമെന്ന് ഇവിടുത്തെ കൃഷിക്കാർ നൽകിയ ഉറപ്പാണ് ഗവൺമെന്റ് ഞങ്ങളുടെ ഉറപ്പായി ഞങ്ങൾ സ്വീകരിച്ചത്. ആ ഉറപ്പ് പാലിക്കാൻ നമുക്ക് സാധിച്ചു. നവംബർ മാസം 1-ാം തീയതിക്ക് മുമ്പ് കൃഷി ഇറക്കും എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ഇന്ന് ദീപാവലി ദിവസത്തിൽ ആറന്മുള പുഞ്ചയിലെ 56 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കാൻ നമ്മളെടുത്ത തീരുമാനം
വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്തിരുന്നു എന്ന് പറയുന്ന പദ്ധതി പ്രദേശത്ത് അടക്കം 70 ഏക്കർ സ്ഥലമടക്കമുള്ള സ്ഥലത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ് നമ്മൾ ഏറ്റെടുത്തത്. അത് സ്ഥലത്തെല്ലാം കൃഷി ഇറക്കാൻ വേണ്ടി തീരുമാനിച്ച 56 ഹെക്ടർ സ്ഥലത്ത്, അതായത് 140 ഏക്കർ സ്ഥലത്തുള്ള കൃഷിയാണ് ഇന്നിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിത്തിറക്കിക്കൊണ്ട് ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് തോടുകൾ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി ഈ വർഷം തന്നെ 100 ഏക്കർ കൂടി കൃഷി ആരംഭിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ 240 ഏക്കർ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ കൃഷി ഇറക്കാൻ ഈ ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം നടക്കും. അതിൽ 140 ഏക്കർ ഭൂമി നമ്മൾ കൃഷി ആരംഭിച്ചിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഘട്ടം ഘട്ടമായി നെൽവയലുകൾ തരിച്ചു കിടക്കുന്ന എല്ലാ സ്ഥലത്തും സാധ്യമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെയും കൃഷിക്കാരുടെയും സഹകരണത്തോടുകൂടി കൃഷി പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായി ഈ ആറന്മുള പ്രദേശത്തെയും പത്തനംതിട്ട ജില്ലയിലെയും തരിശു നിലങ്ങളെല്ലാം കൃഷിയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ഈ 140 പ്ലസ് 100 240 ഏക്കർ ഭൂമി ഈ വർഷം കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിമാനത്താവളത്തിന് വേണ്ടി ഏറ്റെടുത്ത പ്രദേശവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഇത് വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചു, അതിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് ആ നോട്ടിഫിക്കേഷൻ ഡിനോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് സൂചിപ്പിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വളരെ കൃത്യമായ സത്യവാങ്മൂലം ഗവൺമെന്റിന് വേണ്ടി ഗവൺമെന്റ് സമർപ്പിക്കുകയുണ്ടായി. യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട, ഈ ഗവൺമെന്റ് വികസനത്തിനെതിരല്ല. പക്ഷേ പരിസ്ഥിതിയെയും പ്രകൃതിയെയും നമ്മുടെ കൃഷിയെയും സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയിട്ടാണ് വളരെ സുതാര്യമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കാർഷിക മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒരു വകുപ്പിന്റെ പ്രവർത്തനം എന്നതിനേക്കാൾ ഉപരിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനം ഈ നാട്ടിലെ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണയോട് കൂടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിന് ഈ നാട്ടിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ആറന്മുളയിലെ കർഷകർ നൽകിയിട്ടുള്ള പിന്തുണ, അതാണ് സഖാവ് വീണ ജോർജ് സൂചിപ്പിച്ച പോലെ ഇവിടുത്തെ കൃഷിക്കാരാണ് കാർഷിക മേഖലയുടെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്ന കൃഷിക്കാരാണ്. അവരുടെ അധ്വാനമാണ് ഈ വിജയത്തിന്റെ ആധാരം. അതോടൊപ്പം കൃഷി ഡിപ്പാർട്ട്മെന്റിലെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആനി സാമുവലിന്റെയും സ്പെഷ്യൽ ഓഫീസർ സജീവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നമ്മുടെ ജില്ലാ കളക്ടർ ശ്രീമതി ഗിരിജ ഇവിടെ ചുമതലയേറ്റ, പക്ഷെ അവരുടെയും ഒക്കെ ചുമതലയിൽ ഇവിടെ നടന്ന ഇവിടുത്തെ കൃഷിക്കാരുടെ, കൃഷി ഓഫീസർമാരുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും മറ്റിതര വകുപ്പുകളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് വർഷങ്ങളോളം തരിച്ചു കിടന്ന ഈ ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നത്. ഇതുമൂലം ഒരു കാര്യം വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നെൽവയലുകൾ തിരിച്ചു വരിക മാത്രമല്ല, ഇവിടെ നെൽകൃഷി പുനരാരംഭിക്കുക മാത്രമല്ല, നെല്ലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നാം തിരിച്ചു പിടിക്കുകയാണ്. നമ്മുടെ അമൂല്യമായ ജലസമ്പത്തിന്റെ സംരക്ഷണം നാം ഉറപ്പുവരുത്തുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് ആരംഭിക്കാൻ പോകുന്ന നവംബർ 9-ാം തീയതി ആരംഭിക്കാൻ പോകുന്ന ബൃഹത്തായ ഹരിത കേരളം പദ്ധതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ജനകീയ കൂട്ടായ്മയോട് ഒത്തുചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ സംരംഭം ഇന്ന് മുന്നോട്ട് പോയിരിക്കുന്നത്. ആ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാണ് കൃഷിയും മാലിന്യ സംസ്കരണവും പ്രകൃതി സംരക്ഷണവും ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംശുദ്ധീകരണവും സംരക്ഷണവും എന്ന വലിയ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആറന്മുള പുഞ്ചയിലും നമുക്ക് കൃഷി ആരംഭിക്കാൻ സാധിച്ചത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച, ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാനും അവരോട് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരിപൂർണമായ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സംസ്ഥാന വ്യാപകമായി കാർഷിക മേഖലയിലെ ഈ ഉദ്യമങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും വലിയ ഈ ഒരു നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ നടക്കുമ്പോൾ അതിൽ വിത്തെറിയേണ്ടത് കേരളത്തിന്റെ ഏറ്റവും ശക്തനായ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സഖാവ് മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സഖാവ് തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി ഈ ദീപാവലി ദിവസം തന്നെ ഇവിടെ വന്ന് വിത്തെറിഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള പ്രത്യേകമായ കൃഷി വകുപ്പിന്റെ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരോടും പ്രത്യേകമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു സർ. കാർഷിക മേഖലയിൽ ഊർജ്ജസ്വലമായ ഇടപെടൽ അനിവാര്യമാണെന്ന കാഴ്ചപ്പാടോടെ നാടിന്റെ നീരുറവകളും ഭക്ഷ്യക്കലവറകളുമായ നെൽപ്പാടങ്ങൾ
എന്തു വില കൊടുത്തും നിലനിർത്താനുള്ള സർക്കാർ ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. കൃഷി അഭിവൃദ്ധിപ്പെടുത്താനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ രണ്ടുപേരുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന കൃഷി വകുപ്പ് മന്ത്രി തന്നെ. പിന്നെ കൃഷിക്ക് അത്യാവശ്യം വേണ്ടത് വെള്ളമാണ്. ആ വെള്ളത്തിൻ്റെ മന്ത്രിയും ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല പൊരുത്തത്തോടെയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. LDF സർക്കാർ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നത് ജനങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയ കാര്യമാണ്. കാരണം സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ ചെയ്യും എന്നത് നാട്ടുകാരോട് തുറന്നു പറഞ്ഞിരുന്നു. സർക്കാരിനെ അധികാരത്തിലേറ്റാൻ വേണ്ടി ശ്രമിച്ചവർ ഇന്നതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് ജനങ്ങളുടെ അടുത്ത് പോയി പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും സർക്കാർ അധികാരത്തിലെത്തിയതോടെ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. മെയ് മാസത്തിൽ അധികാരത്തിലേറിയ സർക്കാർ എങ്ങനെയാണ് പ്രവൃത്തികൾ ആരംഭിക്കുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇവിടുത്തെ കാര്യം. ഇവിടെ കൃഷി ആരംഭിക്കുന്നതിന് ഏറ്റവും പ്രധാനം കർഷകരുടെ പങ്ക് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷേ ആ കർഷകർക്ക് ആത്മവിശ്വാസം നൽകാനും ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുന്നതിനും ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ, ജൂലൈയിൽ തന്നെ കൃഷിമന്ത്രി നിങ്ങളുടെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ അതാണ് LDF സർക്കാരിൻ്റെ പ്രത്യേകത. പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേരത്തെ തന്നെ ആരംഭിക്കുകയാണ്. പിന്നീട് വീണ്ടും ഒരു തവണ അദ്ദേഹം
ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം കണക്കുകൾ അവതരിപ്പിക്കുകയുണ്ടായി, നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെ കൃഷി അഭിവൃദ്ധിപ്പെട്ടു വരുമെന്ന്. 5 മാസത്തിനുള്ളിൽ പുതിയ കൃഷിയിടങ്ങൾ നമുക്ക് കണ്ടെത്താനായിരിക്കുന്നു. അത് പുതിയതല്ല, യഥാർത്ഥത്തിൽ നേരത്തെ കൃഷിയിടങ്ങളായിരുന്നു, ധരിച്ചിട്ട് പോയതാണ്. അവിടെ കൃഷി ഇറക്കാൻ ഇതിനകം കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമാകില്ല, കാരണം 5 മാസമല്ലേ ആയുള്ളൂ. എന്നാൽ നല്ല വേഗതയിൽ തന്നെ ആ വഴിക്ക് മുന്നോട്ട് പോവുകയാണ്. കാർഷിക രംഗം നല്ലതുപോലെ അഭിവൃദ്ധിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കൃഷിയുടെ ഉൽപാദനം കൂടുതൽ വർദ്ധിക്കണം. ഇന്ന് നമ്മുടെ ഉൽപാദന ശേഷി ഇന്നത്തെ കാലത്തിന് അനുസൃതമല്ല. അപ്പോൾ നൂതനമായ കാർഷിക രീതികൾ നമുക്ക് ആവിഷ്കരിക്കേണ്ടതായിട്ട് വരും. ആ തരത്തിൽ സമഗ്രമായൊരു കാഴ്ചപ്പാടോടെ തന്നെയാണ് സർക്കാർ ഈ രംഗത്ത് മുന്നേറുന്നത്. കൃഷിയെന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമല്ല. നെൽകൃഷി നമുക്കൊട്ടേറെ പരിമിതിയുണ്ട്. എന്നാൽ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നെൽകൃഷി നല്ലതുപോലെ അഭിവൃദ്ധിപ്പെടുത്താൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് എത്താനൊക്കെ പ്രയാസമുണ്ടാവും. എന്ന് വെച്ച് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഭക്ഷ്യധാന്യം കഴിയാവുന്നത്ര നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അതിനുതകുന്ന ഉൽപ്പാദനക്ഷമത കൂട്ടുകയും കൂടുതൽ കൃഷിയിടങ്ങളിൽ കൃഷി ഇറക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്വീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം നെല്ല് മാത്രമല്ല, വിവിധ പച്ചക്കറികളുണ്ട്, കിഴങ്ങ് വർഗമുണ്ട്, പഴങ്ങളുണ്ട്, മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ട്. ഇതെല്ലാം കൂടിയുള്ളൊരു ജില്ലയാണിത്. നമ്മുടെ സംസ്ഥാനവും അങ്ങനെയാണ്. അപ്പോൾ ഈ ഓരോ മേഖലയും നല്ലതുപോലെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പച്ചക്കറി രംഗത്തൊക്കെ വൻപിച്ച മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നമുക്കത് അനുഭവപ്പെട്ടതാണ്. നമ്മൾ പൂർണ്ണമായ നിലയിലേക്കൊന്നും ഓണക്കാലത്ത് എത്തിയിരുന്നില്ല. എങ്കിലും മാർക്കറ്റിൽ നല്ലതുപോലെ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞു. അതിൻ്റെ ഫലം സാധാരണ ഓണക്കാലത്ത് വിലയിങ്ങനെ കുതിച്ചുയരും പച്ചക്കറിയുടെ. ഇപ്രാവശ്യം അവിടെ നിന്നു. കാരണം നമ്മുടെ നാടൻ ജൈവ പച്ചക്കറി വലിയ തോതിലാണ് മാർക്കറ്റിലേക്ക് വന്നത്. ഒരു സംശയമില്ല, നാടിനാകെ ആവശ്യമായത് അതിൻ്റെ ഭാഗമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ എല്ലാവരിലും ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് പച്ചക്കറിയുടെ കാര്യത്തിൽ വർധനവുണ്ടായത്. അപ്പം നാം ശ്രമിച്ചാലാകും എന്ന ബോധം ഇപ്പം തന്നെ വന്നു കഴിഞ്ഞു. പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒട്ടേറെ ഒരുക്കങ്ങൾ അതിനാവശ്യമാണ്. അല്ലെങ്കിൽ കർഷകർക്ക് ബുദ്ധിമുട്ടാവും. കുറേ ഒരിനം നല്ലതുപോലെ ഉൽപ്പാദിപ്പിച്ചു, എവിടെ കൊടുക്കുമെന്ന പ്രശ്നമുണ്ട്. അപ്പം അതിന് നല്ല തോതിൽ ശീതീകരണ സംവിധാനങ്ങൾ വേണ്ടി വരും. അത്തരം കാര്യങ്ങളെല്ലാം സർക്കാർ ആലോചിക്കുകയാണ്. ആവശ്യമായ രീതിയിൽ മാർക്കറ്റിൽ എത്തിക്കേണ്ടി വരും. മാർക്കറ്റിൽ എത്തിക്കാനുള്ള സംവിധാനം വേണ്ടി വരും. അതിനെല്ലാം ഉതകുന്ന നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഇങ്ങനെ കാർഷിക മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനാണ് നമ്മുടെ നാട്
ഒരുങ്ങുന്നത്. കാർഷിക മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമാണ് വെള്ളം. ഇവിടുത്തെ അനുഭവത്തിൽ കോഴിത്തോടിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ട്. പിന്നെ കോഴിത്തോടിലേക്ക് വെള്ളം എത്തുന്ന കരമാനത്തോട്, ആ തോടിപ്പോൾ നേരത്തെ ഉണ്ടായില്ലല്ലോ. നേരത്തെ ഉള്ളത് പൂർണ്ണമായിട്ട് നികത്തിക്കളഞ്ഞല്ലോ. ഇത് ആറന്മുളയിൽ മാത്രമുള്ളൊരു കാര്യമല്ല. ഇതുപോലെയല്ലെങ്കിലും പലതരത്തിലും നികത്തപ്പെട്ടു പോയ തോടുകളുണ്ട്. ഇതാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലുണ്ടായിരുന്ന ജലസ്രോതസ്. ഈ ജലസ്രോതസ് മുഴുവൻ വീണ്ടെടുക്കാനാണ് സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ഒരു വലിയ ജനകീയ മുന്നേറ്റം, വെറും സർക്കാർ നടപടികളല്ല, ജനങ്ങളാകെ പങ്കുവഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റം ഈ നാട്ടിൽ ഉണ്ടാകണം എന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിലൂടെ നമ്മുടെ തോടുകളെല്ലാം പുനർജീവിക്കണം. എല്ലാ തോടുകളെയും പഴയ നിലയിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കലാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതും വലുതുമായ ധാരാളം കുളങ്ങൾ നമുക്കുണ്ട്. ആ കുളങ്ങളെല്ലാം ചളിയൊക്കെ കോരി നല്ലതുപോലുള്ള വെള്ളം സംഭരിച്ച് വെക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ ഈ കുളങ്ങൾ. അത് ആ നിലക്ക് മാറ്റാനാവണം. ഈ വർഷം വലിയൊരു ആപത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ആപത്ത് നാം ഒരു കടുത്ത വരൾച്ചയെ നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. കാലവർഷം വലിയ തോതിൽ കുറഞ്ഞു. തുലാവർഷമാണ് പിന്നെ കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത്. ഇത്തവണത്തെ തുലാവർഷം ഇതേവരെയുള്ള കണക്ക് നോക്കിയാൽ നമുക്ക് വേണ്ട രീതിയിൽ ലഭിക്കുന്നില്ല. ഇതാണ് തുടരുന്ന സ്ഥിതിയെങ്കിൽ കടുത്ത വരൾച്ചയിലേക്കാണ് നമ്മൾ പോവുക. നാം ഇഷ്ടം പോലെ വെള്ളമുള്ളവരാണ് എന്നുള്ളൊരു ധാരണയിൽ ജീവിക്കുന്നവരാണ്. അവിടെയാണ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന അവസ്ഥ വരിക. അപ്പോൾ നാം ശരിയായ മുൻകരുതലെടുത്തു പോകണം. ആ മുൻകരുതലുകളുടെ ഭാഗമായി സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മഴവെള്ളം കഴിയാവുന്നത്ര സംഭരിക്കണം. മഴവെള്ളം സംഭരിക്കാൻ ഉള്ള ഒരു മാർഗം വീടിൻ്റെ മേലെ വീഴുന്ന വെള്ളം ശരിയായ രീതിയിൽ മഴവെള്ള സംഭരണിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഓരോ വീട്ടിലും മഴവെള്ള സംഭരണി വേണ്ടി വരും. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ പുതുതായി നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും മഴവെള്ള സംഭരണി വേണ്ടി വരും. അത് വീട് നിർമ്മിക്കുമ്പോൾ ആവശ്യമാണ് എന്ന നിലയിലേക്ക് നാം മാറേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിലവിലുള്ള വീടുകളിൽ മഴവെള്ള സംഭരണി, മഴവെള്ളം ശേഖരിച്ച് വെക്കാനുള്ള കുഴി അത് നമുക്കുണ്ടാക്കാനാവണം. നമ്മുടെ നാട്ടിലെ നേരത്തെയുള്ള നമ്മുടെ സംസ്കാരം എല്ലാ വീടുകളിലും കിണറുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ പല കിണറും ഉപയോഗശൂന്യമായിപ്പോയി. ഈ കിണറുകളെല്ലാം പുനർജീവിപ്പിക്കാൻ കഴിയണം. അതും ഇതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം നദികളിൽ വെള്ളം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കരുതൽ നടപടികളും സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചിലത് തടയണയാകാം, താൽക്കാലികമായുള്ള ചില സംവിധാനങ്ങളാകാം. ഇങ്ങനെയെല്ലാമുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇതെല്ലാം കേവലമായൊരു സർക്കാർ നടപടിയായിട്ടല്ല നടപ്പാക്കേണ്ടത്. നമുക്ക് ഈ നാട്ടിൽ ജീവിക്കണമല്ലോ.
ജീവിക്കുന്നതിന് വായു പോലെ തന്നെ നിർബന്ധമാണ് വെള്ളം. ആ വെള്ളം നമുക്ക് സംരക്ഷിക്കാനാവണം. അതിന് നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബവും കരുതലോടെ നീങ്ങണം. ഇതാണ് ഈ അനുഭവം പഠിപ്പിക്കുന്നത്. ആ കരുതലിലേക്ക് നാടിനെ എത്തിക്കാനുള്ള മുൻകൈ സർക്കാർ എടുക്കുന്നു. അതോടൊപ്പം നാടാകെ അതിൻ്റെ ഭാഗമായി മാറേണ്ടതായിട്ടുണ്ട്. ഇതും ഈ ഘട്ടത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, നാടിൻ്റെ ജീവൻ നിലനിർത്താനുള്ള പ്രശ്നം കൂടിയാണ്. അപ്പോൾ ആ നിരക്ക് തന്നെ അതിനെ നാം കാണേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം കൃഷി അഭിവൃദ്ധിപ്പെടുത്താൻ ഇത് ഏറ്റവും ഒഴിച്ചുകൂടാത്തതുമാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേക പ്രശ്നം നിങ്ങൾ പലരുടെയും മനസ്സിലുണ്ടാകാനിടയുണ്ട്. അതിവിടെ പണ്ടുണ്ടായിരുന്ന വിമാനത്താവളവുമായി ബന്ധപ്പെട്ടതാണ്, വിമാനത്താവള നിർദ്ദേശവുമായി ബന്ധപ്പെട്ടതാണ്. വിമാനത്താവളം എന്ന നിലക്ക് വരുന്നതിനൊന്നും ഞങ്ങളാരും അന്നും എതിരല്ല. പക്ഷെ ഇവിടെ പറ്റില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ സ്വീകരിച്ച നിലപാട്. കാരണം അത് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഈ കാണുന്നതെല്ലാം ഇല്ലാതാക്കലാണ്. അതുകൊണ്ടാണ് കോഴിത്തോടും കരമാനത്തോടും ഒക്കെ ആ ഒരവസ്ഥയിലേക്ക് എത്തിയത്. അത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് തന്നെ LDF നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു. സ്വാഭാവികമായും KGS ഗ്രൂപ്പുകാർ മുഖ്യമന്ത്രി എന്ന നിലക്ക് എന്നെ കാണാൻ വന്നിരുന്നു. ഇതിനു മുൻപും അവരെൻ്റെ അടുത്ത് വന്നിരുന്നു. അന്ന് വേറൊരു സ്ഥാനത്താണെന്ന് മാത്രം. അന്ന് ഞാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇപ്പോഴും നിലപാട് വ്യക്തമാക്കി. ഞങ്ങളായിട്ടൊരു സഹായവും നിങ്ങൾക്ക് ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ അവിടെ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അവിടെ വിമാനത്താവളം പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് വ്യക്തമാക്കിയിരുന്നു. അതിനുതകുന്ന നടപടികളാണ് പിന്നീട് സ്വീകരിച്ചത്. അപ്പോൾ ഒരുപാട് ന്യായങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. ന്യായങ്ങളൊക്കെ പിന്നെ അവരുടെ ന്യായങ്ങൾ അവർ പറയുമല്ലോ. അത് നിങ്ങൾ പറയാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കേട്ട് എന്തെങ്കിലും മാറ്റം ഈ നിലപാടിൽ ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നതും അവരെടുത്ത് പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതൊരു വ്യവസായ മേഖലയാണെന്ന് നിശ്ചയിച്ചതിനെ ആ നോട്ടിഫിക്കേഷൻ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചത്. അത്തരം നടപടികളുമായി നീങ്ങി ആ നോട്ടിഫിക്കേഷൻ പ്രിന്റ് ചെയ്യേണ്ട ഘട്ടത്തിലേക്ക് എത്തുകയായിരുന്നു. എല്ലാ തീരുമാനവുമായി. അപ്പോൾ KGS ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളെ കേട്ടിട്ടില്ല, ഒരു സ്വാഭാവിക നീതിയുടെ നിഷേധം വരുന്നു. സ്വാഭാവിക നീതി ആർക്കും നിഷേധിക്കാൻ പാടില്ലല്ലോ. ഈ 31-ന് അവരെ കേൾക്കാൻ വെച്ചിട്ടുണ്ട്. കേൾക്കുന്നതിനൊരു തടസ്സമില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ട സർക്കാർ നിലപാട് വ്യക്തമാണ്. അത് പ്രാവർത്തികമാകുന്നതിന് കുറച്ച് ദിവസങ്ങളുടെ താമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേക ബുദ്ധിമുട്ടൊന്നും വരാനുമില്ല. ഇതാണ് ആ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മൊത്തമായ വികസനമാണ് നാം ആഗ്രഹിക്കുന്നത്. ആ വികസനം എന്ന് പറയുമ്പോൾ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം തന്നെയാണ്. നാടിൻ്റെ സമഗ്രമായ വികസനമാണ് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഏറ്റവും ഫലപ്രദമായ ഇടപെടലാണ് ഇവിടുത്തെ കൃഷിയിറക്കൽ. ഇത് സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദം. ഉദ്ഘാടനം ജീവസുദ്ധരാക്കിയ അങ്ങയ്ക്ക് നന്ദി അറിയിക്കുന്നു. വിജയൻ, ആറന്മുള വിമാനത്താവളങ്ങൾക്കെതിരല്ല, പക്ഷേ ആറന്മുളയിൽ വിമാനത്താവളം എന്നത് പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് LDF അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ തുടർച്ച കൂടിയാണ് ഈ കൃഷി ഇറക്കൽ എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു.